സംസ്ഥാനത്തെ വാഹന രജിസ്ട്രേഷൻ രേഖകൾ ഇന്നു മുതൽ ഡിജിറ്റലായി മാറും. അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പാകത്തിൽ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പാകത്തിലാണ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയത്. കേന്ദ്ര സർക്കാർ മൊബൈൽ ആപ്പുകളായ ഡിജി ലോക്കർ, പരിവാഹൻ എന്നിവയിലും RCയുടെ ഡിജിറ്റൽ പകർപ്പ് ലഭിക്കും. അച്ചടി തടസ്സപ്പെട്ടതിനാൽ കുടിശ്ശികയുള്ള 10 ലക്ഷം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും ഇതോടൊപ്പം ഡിജിറ്റലായി നൽകും. കാർഡിനുള്ള തുക ഈടാക്കിയിട്ടുള്ളതിനാൽ അച്ചടി പുനരാരംഭിക്കുമ്പോൾ ഇവ വിതരണം ചെയ്യും. കാക്കനാട്ടുള്ള അച്ചടി കേന്ദ്രത്തിന്റെ പ്രവർത്തനം താൽക്കാലമായി നിർത്തിവച്ചിട്ടുണ്ട്. അച്ചടി കരാർ ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനത്തിന് പ്രതിഫലം നൽകാത്തതിനെ തുടർന്നാണ് കാർഡ് വിതരണം തടസ്സപ്പെട്ടത്. 10 കോടി രൂപയോളം കുടിശ്ശികയുണ്ട്. ഇത് നൽകാത്തതിനാൽ അച്ചടി പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് കാർഡ് വിതരണം പൂർണ്ണമായി ഒഴിവാക്കി ഡിജിറ്റലിലേക്ക് മാറാൻ സർക്കാർ തീരുമാനിച്ചത്. അതേസമയം അച്ചടി ചെലവ് ഇല്ലാതാകുന്നതിന്റെ സാമ്പത്തിക നേട്ടം വാഹന ഉടമയ്ക്കുണ്ടാകില്ല. ഫീസ് ഇനത്തിൽ സർക്കാരിനുള്ള വരുമാനം കുറയുന്നത് ഒഴിവാക്കാൻ സർവീസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിലും ഇതേ രീതി അവലംബിച്ചിരുന്നു. പുതിയ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാകരുതെന്ന് ധനവകുപ്പ് കർശന നിലപാടെടുത്തതിനെ തുടർന്നാണിത്. വാഹനോടമകളെ ഏറെ വലച്ച പ്രശ്നത്തിനാണ് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പരിഹാരമാകുന്നത്. RC അച്ചടിക്കാതെ അപേക്ഷയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകില്ല. മറ്റ് സേവനങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും സാധിക്കില്ല. ഉടമസ്ഥാവകാശം മാറാൻ കഴിയാത്തത് സെക്കൻഡ് ഹാൻഡ് കാർ വിപണിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.